രാഹുലിനെ പുകഴ്ത്തി പ്രിയങ്കയോടൊപ്പം ചേർന്ന സ്മൃതി ഇറാനി. രാഹുലിനെ തോൽപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് സ്മൃതി ഇറാനി ആവർത്തിച്ചു പറയുന്നത്. അതുമാത്രവുമല്ല, BJP വേദികളിൽ ഒന്നിൽ പോലും സ്മൃതി ഇറാനി ഇപ്പോൾ കാണാനുമില്ല. BJP നേതാക്കളോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്ന് സ്മൃതി ഇറാനി എവിടെ എന്നതായിരുന്നു. പക്ഷേ ഒരു നേതാവിനും ഒരു ഉത്തരവും ആ കാര്യത്തിൽ പറയാനില്ല. അതേസമയം കോൺഗ്രസിന്റെ നേതാവും ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനുമായ കിഷോരിലാൽ ശർമ്മയോട് സ്മൃതി ഇറാനി 1.25 ലക്ഷം വോട്ടിന് പരാജയപ്പെട്ടതോടെ BJP സ്മൃതി ഇറാനിയെ മൂലക്കിരുത്തി തുടങ്ങിയതാണ്. രാഹുലിനെ തോൽപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ മാത്രം സ്മൃതിക്ക് വെച്ച് നീട്ടിക്കൊടുത്ത കേന്ദ്രമന്ത്രി കസേരയെ ഇക്കുറി BJP-ക്കാർ തന്നെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര സ്മൃതി ഇറാനിക്ക് നൽകുന്നു എന്ന തരത്തിൽ വലിയ കളികൾക്ക് കോളങ്ങൾ നിറക്കുകയായിരുന്നു BJP. അതിനുവേണ്ടി കാഹളവും മുഴക്കി. എങ്കിലും അതിനായി അമേഠിയിൽ നിന്ന് വീടും പൂട്ടി ഡൽഹിയിൽ വന്ന് താമസമാക്കിയ സ്മൃതി ഇറാനിക്ക് വീണ്ടും തെറ്റി എന്ന് തന്നെ പറയാം. ഡൽഹിയിലെ 14 ജില്ലകളിൽ 7 ജില്ലകൾ ഏറ്റെടുത്തുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്മൃതി ഇറാനി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അവസാന ലാപ്പിലെത്തിയപ്പോൾ സ്മൃതിയെ കാണാനേയില്ല. 1ഉം 2ഉം ഘട്ടമായി സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചപ്പോൾ ഒരിടത്തും സ്മൃതി ഇറാനിയുടെ പേരില്ല. നോമിനേഷൻ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനത്തിലും പുതിയതായി ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്നും സ്മൃതി ഇറാനി അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. എന്നാൽ രാഹുലിനെ വേണ്ടുവോളം പുകഴ്ത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രാഹുൽ പക്വതയുള്ള ഒരു നേതാവായി മാറിയിരിക്കുന്നു. ഇനി രാഹുലിനെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിൽ വലിയ പുകഴ്ത്തലുകളാണ് സ്മൃതി ഇറാനി അവരുടെ തോൽവിക്ക് പിന്നാലെ നടത്തിയത്. മോദിക്ക് മുന്നിൽ പ്രതിപക്ഷ കസേരയിൽ ഇരുപ്പുറപ്പിച്ച രാഹുലിനെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനിടയിൽ കനത്ത ആഘാതമാണ് BJP-ക്ക് സ്മൃതി ഇറാനിയുടെ പുകഴ്ത്തൽ മൂലം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ ലൈബ്രറി കൗൺസിൽ വെറുമൊരു അംഗമാക്കി മാത്രം BJP മൂലക്കിരുത്തുകയും ചെയ്തു. അതുകൊണ്ടുകൂടി സ്മൃതി ഇറാനി ഇനി കോൺഗ്രസിലേക്ക് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. നിരന്തരം രാഹുലിനെ വേട്ടയാടിയിരുന്ന ഒരാൾ പെട്ടെന്ന് രാഹുൽ ഫാനായി മാറിയതൊക്കെ ഈ അഭ്യൂഹത്തെ ശക്തിപ്പെടുത്തുകയുമാണ്.